അവള് പുകഴ്ത്തി കഴിഞ്ഞ എന്ത് ചെയ്യുന്നവളാ. ഓ, അപ്പോ നമുക്കങ്ങ് ചെയ്യിക്കാം. എന്താ? എടി മോളെ, അമ്മയ്ക്കും കൂടി ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കണേടി. പിന്നെ എനിക്കും കൂടി എന്തെങ്കിലും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളണം കേട്ടാ. ഇവിടെ ഞാൻ ആരോട് ആഗ്രഹങ്ങളൊക്കെ പറയുന്നേ? ഒരു പണിയില്ലാത്ത അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ? കീർത്തിക്ക് ഇവിടുന്ന് ആഭരണങ്ങളൊന്നും വാങ്ങിച്ചു തരാറില്ലേ നവീന്റെ അമ്മ അച്ഛനൊക്കെ? അതൊക്കെ ചിലപ്പോ അതിനൊക്കെ ഒരു കണക്കില്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കണക്കില്ലല്ലോ ഗാഥ. എഴുന്നേറ്റേ. എന്തിനാ? എഴുന്നേക്ക്. ലുക്ക്, നിനക്ക് ചേരുന്നുണ്ടോ നോക്ക്. വെറുതെ എന്തിനാ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നേ? ഞാനിത് ഓൾറെഡി നിനക്ക് തന്നു കഴിഞ്ഞു, അതുകൊണ്ടാ നോക്കാൻ പറഞ്ഞേ. ഈശ്വര, ഇതെനിക്ക് തന്നെന്നോ? ദേ, ചുമ്മാ എന്നെ കബളിപ്പിക്കല്ലേ ഗാഥേ. തന്നു. പൂർണ്ണമായിട്ടുള്ള ഇഷ്ടത്തോടെ എന്റെ ഫ്രണ്ടിന് ഞാൻ ആദ്യമായിട്ട് തരുന്ന പ്രസന്റാ. താങ്ക് യു ഗാഥ, താങ്ക് യു. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനോ അത് ഗാഥയെ കൊണ്ട് മാത്രമേ പറ്റൂ. സത്യം പറഞ്ഞ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെയാ വരുന്നത്. ഏയ്, ഞാനിതിനു പകരം എന്താ ചെയ്യണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. ഗാഥ, നിനക്ക് എന്റെ ജീവനടക്കം എന്തും ഗാഥയ്ക്ക് എന്നോട് ആവശ്യപ്പെടാം. കീർത്തി അത് തന്നിരിക്കും, ഉറപ്പ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകളൊന്നും വെക്കണ്ട. നല്ല സുഹൃത്തുക്കള് തമ്മില് അങ്ങനൊരു പതിവില്ലല്ലോ. ഈ കളരിക്കല് എനിക്കിപ്പോ ഒരാള് കൂട്ടുണ്ട്. അത് ചെറിയ സമാധാനമൊന്നുമല്ല. നിർമ്മലേ, കീർത്തി കുറെ നേരം ആയില്ലേ ഗാഥയുടെ റൂമിലോട്ട് പോയിട്ട്? ഒന്ന് വിളിച്ചു നോക്കണോ? പോയിട്ടുണ്ടെങ്കി വരാനും അവൾക്കറിയാലോ, പിന്നെ തന്നെ വിളിക്കുന്നേ. അല്ല, നമ്മുടെ മോളല്ലേ, എത്ര അഭിനയിച്ച് നിൽക്കുന്നു പറഞ്ഞാലും ചിലപ്പോ തനി സ്വഭാവം പുറത്തു വന്നാലോ? അങ്ങനെ പുറത്തു വന്നാ ഗാഥയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടുകയും ചെയ്യും. ആ, ഗാഥയുടെ കയ്യിന്ന് എനിക്ക് കിട്ടി. കിട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ, കിട്ടും കിട്ടും കിട്ടും. ആ, എന്തായിരുന്നു ഇത്ര നേരം? ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ അമ്മേ? ഏറ്റവും അവസാനം അവൾ എന്നോട് പറഞ്ഞ വാചകം എന്താണെന്ന് അറിയോ? കളരിക്കൽ തറവാട്ടില് എന്നെ പോലൊരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവൾക്കിനി ഒന്നും പേടിക്കാനില്ലാന്ന്. അത്രയ്ക്ക് ധൈര്യം എന്റെ ഗാഥക്കുട്ടിക്ക്. എന്റെ പൊന്നുമോളെ, വേഷം മാറി അടുത്ത് ചെന്ന് നിന്നിട്ടേ പിടിക്കപ്പെട്ട നിനക്കറിയാലോ, അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് നിന്നെ കൊന്നുകളയും. അതിന് ഇനി അവൾക്ക് ഞാനിട്ട കുരുക്കി നൂരാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല എന്നുള്ളതിന് അവൾ ഒരു തെളിവും തന്നിട്ടുണ്ട്. കാണണോ? അയ്യോ, എന്താടി? ഗാഥ ശ്രീനിവാസിന്റെ നെക്ലേസാ, 5 പവൻ. കീർത്തിക്കുള്ള ഗാഥയുടെ പ്രസന്റാ. എടി, ഇത് സ്വർണം തന്നെയാണോ? എന്ത് ചോദ്യമേ? കോടികൾ സ്വന്തമായുള്ള ഗാഥ മുക്കുപണ്ടിട്ട് നടക്കില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നെ, ഒരു ഇത്ര നേരം മിണ്ടിയപ്പോഴേക്കും ഇത്രയും വലിയ സമ്മാനം തന്നോ? നീ ഒരു കാര്യം ചെയ്യും, ജന്മത്ത് അച്ഛനോടും അമ്മയോടും നീ ഇനി മിണ്ടണ്ട, അവളോട് കൂടെ തന്നെ കൂടിക്കോ. പിന്നെ എന്റെ നിർമ്മലേ, ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ ഒറ്റയടിക്ക് കൊല്ലരുത്. അതിങ്ങനെ നെക്ലസ് ആയിട്ടും മാലയായിട്ടും മോതിരമായിട്ടും മുട്ടകൾ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് കീർത്തിക്ക് കൊടുക്കട്ടെ. അച്ഛൻ പറഞ്ഞത് അമ്മ കറക്റ്റ്. അവള്
പുകഴ്ത്തി കഴിഞ്ഞാ എന്ത് ചെയ്യുന്നവളാ. ഓ ഉം, ഉം, അപ്പോ നമുക്കങ്ങ് ചെയ്യിക്കാം. എന്താ? ഉം, ഉം. എടി മോളെ, അമ്മയ്ക്കും കൂടി ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കണേടി. ആഹാ, പിന്നെ എനിക്കും കൂടി എന്തെങ്കിലും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളണം കേട്ടാ. അച്ഛൻ എന്തിനാ ആഭരണം? ആ പണയം വെക്കാലോ. ഓ, അതിപ്പോ ആണ് പണയം വെച്ചാലും പെണ്ണ് പണയം വെച്ചാലും സ്വർണത്തിന് ഒരേ കാശ് തന്നെയല്ലേ കിട്ടുന്നത്. ആ നിങ്ങൾ പേടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ ഏറ്റു. ഇനി എത്ര ദിവസം അവൾ ഇവിടെ ഉണ്ടാവുന്നോ അത്രയും ദിവസം ഞാനിങ്ങനെ പിഴിഞ്ഞോണ്ടേയിരിക്കും. എന്നിട്ട് ആ കൂട്ടത്തില് അവളുടെ ഉള്ളിലുള്ള ആ രഹസ്യം കൂടി ഞാനങ്ങ് ചോർത്തു. അവളെ പോലെ വേറൊരുത്തി ഉണ്ടെന്നുള്ള രഹസ്യം. അതെന്റെ കൈ കിട്ടുന്ന ദിവസം എന്നേക്കുമായിട്ട് അവൾ ഇവിടുന്ന് പുറത്താ. നിങ്ങൾ നോക്കിക്കോ. ഉം. ഉം, ഉം. ഉം. എന്റെ പൊന്നു മോളെ, പെറ്റ വയറിന് അതിനെ കുറിച്ച് അഭിമാനം തോന്നുന്നത് മക്കള് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴാ. അയ്യോ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ അമ്മയ്ക്ക് ചില്ലറ അഭിമാനമൊന്നും അല്ല. എന്റെ പൊന്നു മോള്. ഇന്നലെ മുടങ്ങിപ്പോയ യാത്രയല്ലേ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാ കൂടെ തന്നെ ഞാൻ കാവല് പോലെ നിന്നത്. ഓ അത് ശരി. അല്ലാതെ പിന്നെ അവരാരെങ്കിലും വന്ന് ഇന്നത്തെ യാത്രയും കൂടി മുടക്കി കഴിഞ്ഞാലോ? താങ്ക് യു നവീൻ. ഇന്നലത്തെ യാത്ര മുടങ്ങിയാല് എനിക്കും വിഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ നമ്മളൊരു യാത്ര ചെയ്താ എന്റെ മനസ്സെന്തായാലും നേരെ നിൽക്കൊന്നുമില്ല. പിന്നെ നവീൻ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓ, ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടോന്നൊരു അന്വേഷണം. അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു നല്ല കാര്യം. നമ്മളറിയാതെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെടും. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സ് ശുദ്ധീകരിച്ചു വെക്കാം. ഓക്കെ മോനെ, അമ്മ എന്തെങ്കിലും ബഹളം പ്രതീക്ഷിച്ചിരുന്നോ? ഇന്ന് ആർക്കൊന്നും ഇടകിട്ടിയില്ല. കാരണം ഗാഥ റെഡിയാവാൻ തുടങ്ങുന്നത് പോലെ ഞാൻ കാവലിരുന്നു. അത് നന്നായി. ഭാര്യയെ കാത്തു സൂക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണല്ലോ. അങ്ങനെയല്ലമ്മേ, ഭാര്യയെ അമ്മായിൽ നിന്നും കാത്തു സൂക്ഷിക്കേണ്ടത്. അങ്ങനെ തിരുത്തണം. എന്ന് പോയിട്ട് വരട്ടെ അമ്മേ. ആ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നത് പോലെ തന്നെ ഈ ചിരിയോടുകൂടി തിരിച്ചു കയറി വന്നേക്കണം, കേട്ടല്ലോ? ഓക്കെ ആ പോവാം.